പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കൈറംകോട് സ്വദേശി അലനാണ് മരിച്ചത്. കണ്ണാടാൻചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. അലന്റെ അമ്മ വിജിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അലന് ജീവൻ നഷ്ടമായതെന്ന് പ്രദേശവാസി 24-നോട് പറഞ്ഞു. കൂട്ടം തെറ്റി വന്ന ഒറ്റയാനാണ് ആക്രമിച്ചതെന്നും പ്രദേശവാസി. അമ്മയും മകനും കൂടിയിട്ട് സാധാരണ ജനവാസ കേന്ദ്രമായ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ വീടിൻ്റെ പരിസരത്ത് കാണുകയും അമ്മനെ തട്ടിയതും അമ്മ മയങ്ങിയും കൂടെ പോകണം. അപ്പോൾ അമ്മനെ തട്ടുന്നത് കണ്ടിട്ട് മകനെ രക്ഷിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ കൈക്കൂടിൻ്റെ ഇടയ്ക്ക് കുത്തുകൊണ്ടിരിക്കുന്നത്. മുണ്ടൂരിൽ നാളെ CPIM ഹർത്താൽ പ്രഖ്യാപിച്ചു. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, വീണ്ടും കാട്ടാന ഒരു ജീവൻ കൂടി എടുത്തിരിക്കുന്നു. ഈ അപകടം നടന്നത് എപ്പോഴാണ്? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഇപ്പോൾ CPM ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് മേഖലയിലാണ് ഈ ഹർത്താൽ? തീർച്ചയായും CPIM ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യം ഒന്നു മാത്രമാണ്. CPIMന്റെ ശക്തി കേന്ദ്രമാണ് മുണ്ടൂർ മേഖല. ആ മേഖലയിലാണ് ഇത്തരത്തിൽ കാട്ടാനാക്രമണം നടന്നിരിക്കുന്നത്. പാർട്ടി കുടുംബത്തിലെ ഒരു അംഗമാണ് മരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി അലന്റെ സഹോദരനാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. അലൻ ജോസഫ് എന്നാണ് 23-കാരന്റെ പേര്. അമ്മയുടെ പേര് വിജി എന്നാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ കാട്ടാനകൾ ഇറങ്ങുന്ന മേഖല തന്നെയാണ്. പക്ഷേ റോഡിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നടന്നു വരുന്ന വഴികളിലേക്കോ കാട്ടാനകൾ ഇറങ്ങുന്ന പതിവില്ല എന്ന നാട്ടുകാർ തന്നെ, ദൃക്സാക്ഷിയുടെ മൊഴിയാണ് നമ്മൾ അല്പസമയം മുൻപ് പ്രേക്ഷകരെ കേൾപ്പിച്ചത്. അദ്ദേഹം അടക്കം പറയുന്നത് സാധാരണ ഈ മേഖലയിലേക്ക് അങ്ങനെ കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങുന്ന പതിവില്ല. പക്ഷേ ഇത് കൂട്ടം തെറ്റി വന്ന ഒരൊറ്റയാണ് ആക്രമിച്ചത്. ആദ്യം ആക്രമിച്ചത് വിജി എന്ന അമ്മയാണ്. അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മകൻ അലന് കുത്തേറ്റിരിക്കുന്നത്. മകന് നെഞ്ചിലാണ് കുത്തേറ്റിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത പ്രദേശവാസിയായ വിഷ്ണു എന്ന ഒരാളെ അമ്മ തന്നെയാണ്, ചെവിക്ക് അമ്മയ്ക്ക് പരിക്കുണ്ട്, കാലിന് പരിക്കുണ്ട്. അമ്മ തന്നെയാണ് എത്രയും പെട്ടെന്ന് പ്രദേശവാസികളെ വിവരം അറിയിക്കുന്നത്. ഫോൺ വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ പ്രദേശവാസിയായ വിഷ്ണു ഓടിയെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഈ അലൻ ജോസഫ് കുത്തുകൊണ്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അമ്മയെയും മകനെയും. പക്ഷേ അപ്പോഴേക്കും മകൻ അലൻ ജോസഫിന് ജീവൻ നഷ്ടമായിരുന്നു. എന്തായാലും 23-കാരനാണ് അലൻ ജോസഫ്. പഠനമൊക്കെ കഴിഞ്ഞ് പ്രദേശത്ത് നിൽക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CPIMന്റെ ശക്തി കേന്ദ്രത്തിൽ തന്നെ ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണം നടക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം മുൻപ് തന്നെ CPIM നേതാക്കൾ ഉയർത്തിയിരുന്നു. അല്പസമയം മുൻപ് നമ്മളോട് തന്നെ സംസാരിച്ച മലമ്പുഴ MLA A പ്രഭാകരൻ പറഞ്ഞത് വാളയാർ മുതൽ കല്ലടിക്കോട് വരെ സാധാരണ ഈ വേനൽക്കാലത്ത് കൃത്യമായ രീതിയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ്. പക്ഷേ ഇങ്ങനെ ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്നത് പതിവില്ല എന്നാണ് A പ്രഭാകരൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല. എന്തായാലും നാളെ മുണ്ടൂരിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സർക്കാർ പ്രതിനിധികൾ ഈ ഘട്ടത്തിൽ വനം വകുപ്പിനെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അമ്മയെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചെവിക്ക് കാര്യമായ രീതിയിൽ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ജീവന് ഇപ്പോൾ ഭീഷണിയില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. അവർക്കടക്കമുള്ള ധനസഹായവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കും കടന്നില്ല എങ്കിൽ കർശനമായ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം എന്നാണ് CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുണ്ടൂരിന്റെ നേതാവുമായ PA ഗോകുൽദാസ് അല്പസമയം മുൻപ് നമ്മളോടക്കം വ്യക്തമാക്കിയത്, മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്തായാലും CPIMന്റെ പ്രതിഷേധം ആ മേഖലയിൽ നടക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPIM ഇതര കക്ഷികൾ BJPയും കോൺഗ്രസും അടക്കം വനം വകുപ്പിനെതിരെ ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. വനം വകുപ്പ് അധികൃതരെ നിരവധി തവണ വിവരം അറിയിക്കുന്നുണ്ട്. വീടിന് പുറകിലേക്ക് നിരവധി തവണ വന്ന് കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ മേഖലയിലൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് എങ്കിലും കാട്ടാനകളെ പടക്കം പൊട്ടിച്ചോടിക്കുകയല്ലാതെ ഉൾക്കാട്ടിലേക്ക് കയറ്റാൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപം ആണ് CPIMും കോൺഗ്രസും BJPയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ DF ഓഫീസിന് മുൻപിലും വനം വകുപ്പിനെതിരെ അടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രവിത, പാലക്കാട് മുണ്ടൂരിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 23-കാരനായ യുവാവ് മരിച്ചു. കൈറംകോട് സ്വദേശി അലനാണ് മരിച്ചത്. അമ്മയെ രക്ഷിക്കുന്നതിനിടെയാണ് അലന് കുത്തേൽക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം തന്നെ മുണ്ടൂരിൽ നാളെ CPIM ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകുന്ന വിവരം.